പത്തനംതിട്ടയിൽ പോളിംഗ് സമാപിക്കാൻ മണിക്കൂറുകൾ ശേഷിക്കെ ആത്മവിശ്വാസം കൈവിടാതെ LDF നേതൃത്വം. മുൻ MLAയും മെഴുവേലി പഞ്ചായത്ത് സ്ഥാനാർത്ഥി KC രാജഗോപാൽ പ്രതികരണത്തിലേക്ക്. പത്തനംതിട്ട ജില്ലയോടൊപ്പം മറ്റ് 7 ജില്ലകളിലും ആദ്യഘട്ട തെരഞ്ഞെടുപ്പിന്റെ പോളിംഗിന്റെ അവസാന മണിക്കൂറിലേക്ക് എത്തിയിരിക്കുമ്പോഴാണ് പത്തനംതിട്ട ജില്ലയിൽ ഗണ്യമായ പോളിംഗ് ശതമാനം ഉയർന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ നിൽക്കുന്നത് മെഴുവേലി ഗ്രാമപഞ്ചായത്തിലാണ്. മുൻ MLAയും പാർട്ടിയുടെ സമന്നത നേതാവും കൂടിയായ KC രാജഗോപാലാണ്. സാർ, പുള്ളി ഇവിടുത്തെ മെഴുവേലി ഗ്രാമപഞ്ചായത്തിൽ മത്സരിക്കുന്നു എന്നുള്ളൊരു പ്രത്യേകത കൂടിയുണ്ട്. പോളിംഗ് സമാപിക്കാൻ മണിക്കൂറേ ഉള്ളൂ. എങ്ങനെയാണ്? 901 വോട്ടാണ് ലിസ്റ്റ് പ്രകാരമുള്ളത്. ഇപ്പോൾ 605 വോട്ടേ ചെയ്തിട്ടുള്ളൂ. 650 വോട്ട് പോളിംഗ് ഉണ്ടാകത്തില്ല. ഒരു 630-35 വോട്ടേ പോളിംഗ് നടക്കുന്നുള്ളൂ. ഒരു 120 പേര് സ്ഥലത്തില്ലാത്തവർ തന്നെയാണ്. ഒരു 10-22 പേര് രോഗശയ്യയിൽ കിടക്കുന്നവരാണ്. അങ്ങനെ 150ഓളം പേര് അങ്ങനെ മാറും. ബാക്കി ഹോസ്പിറ്റലിൽ പോയവരും മറ്റ് ജോലി തിരക്കായിട്ട് വരാതിരിക്കുന്നവരാണ്. 150 പേര്, 135, പരമാവധി 150, 650 വോട്ട് കൂടുതൽ പോളിംഗ് ഉണ്ടാകുകയില്ല. അതാണ് ഈ ബൂത്തിനെ സംബന്ധിച്ചുള്ള ഒരു വിലയിരുത്തൽ. ഈ പോളിംഗ് ശതമാനം ഉയർന്നത് നമുക്ക് മറ്റു ജില്ലകൾക്കൊപ്പം പത്തനംതിട്ടയിലും ആത്മവിശ്വാസം വളർത്തുന്നുണ്ട്. ഇവിടെ അങ്ങനെ 901 ഇപ്പം ഇനിയും 275 ആകെ പോളിംഗ് ചെയ്യാനുള്ളത്. അപ്പോൾ പോളിംഗ് ശതമാനം ഉയർന്നു എന്ന് പറയാൻ കഴിയില്ല. നല്ല പ്രതീക്ഷയാണുള്ളത്. രാവിലെയാണ് BJP കുറേ വോട്ട് പിടിച്ച് വിട്ട് കഴിഞ്ഞ ശേഷം അവർ ഒന്നിച്ചിൽ വർക്കാലും അങ്ങനെ ഒരു കാര്യമായ വോട്ട് പിടിച്ചില്ലെങ്കിൽ മികച്ച ഭൂരിപക്ഷത്തിൽ ഞാൻ വിജയിക്കുക. ജില്ലയിലെ മൊത്തത്തിലുള്ള വോട്ടിംഗ് പാറ്റേൺ എല്ലാം നോക്കുമ്പോൾ എങ്ങനെയാണ് നമ്മുടെ പാർട്ടിക്ക് അനുകൂലമായിട്ടുള്ള? നമ്മുടെ ഈ പഞ്ചായത്തിൽ ഞങ്ങൾക്ക് 14 വാർഡിൽ 10-ലധികം സീറ്റ് വിജയിക്കാൻ കഴിയും. പിന്നെ പൊതുവിൽ ജില്ലാ പഞ്ചായത്ത് ഇവിടെ കൊളനാട് ഡിവിഷനും വിജയിക്കും എന്ന് ഉറപ്പ് പറയാൻ കഴിയും. ഇലവന്തിട്ട ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷൻ വിജയിക്കും. മെഴുവേലി ബ്ലോക്ക് ഡിവിഷൻ പിന്നെ കടുത്ത മത്സരത്തെയാണ് നേരിടുന്നത്. ജില്ലാ പഞ്ചായത്തും മറ്റ് ബ്ലോക്കും ഗ്രാമപഞ്ചായത്തും ഉൾപ്പെടെയുള്ളവയെല്ലാം LDF തിരിച്ചു വരും എന്ന ആത്മവിശ്വാസത്തിലാണ് മുൻ MLA കൂടിയായ KC രാജഗോപാൽ. അദ്ദേഹം ഗ്രാമപഞ്ചായത്ത് അംഗമായിട്ട് മത്സരിക്കുന്നുണ്ട് മെഴുവേലിയിൽ നിന്നും കേരള വിഷൻ ന്യൂസിന് വേണ്ടി ക്യാമറാമാൻ പ്രദീപ് അങ്ങാടിക്കലിനൊപ്പം പ്രസാദ് MJ, പത്തനംതിട്ട.